ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്കും നല്ല മഴയും തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചെറിയ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി. ചില നാട്ടിൽ എല്ലും കപ്പ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലും കപ്പ എന്ന് പറയും, പിന്നെ ചിലടത്ത് കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിലയിടത്ത് ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പല പല നാടുകളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്തേക്കുക. അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇതാണ്ട് ഞാൻ നമ്മുടെ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് 2 പാക്കറ്റ് കപ്പ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട്, ബീഫ് മേടിച്ചിട്ടുണ്ട്. എല്ലൊന്നും ഇല്ല കേട്ടോ, എല്ലും കപ്പാന്ന് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ല് മേടിക്കണമെങ്കിൽ ഇവിടെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് പോകണം, അതുകൊണ്ടാണേ. പിന്നെ ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലും കപ്പയും പിന്നെ നമ്മുടെ ദോശയും ചിക്കൻ കറിയൊക്കെയാണ്. അങ്ങനെ ഇതാണ്ട് ഞാൻ നമ്മുടെ ഇറച്ചിയും കപ്പയും വെക്കാൻ വേണ്ടി ഞാൻ കപ്പ നന്നായിട്ട് കഴുകി കുറേ നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി കുറച്ച് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തീയ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ എല്ലില്ലാത്ത ഇറച്ചിയാണ് നമ്മുടെ പോത്താണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാണ്ട് നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത ബീഫാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കുറച്ച് ദൂരെയാണ്, എല്ലൊക്കെ മേടിക്കാൻ പറ്റിയ ഷോപ്പുകൾ ദൂരെയാണ്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല പോയാൽ കിട്ടും, പക്ഷേ പിള്ളേരൊക്കെ കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എല്ലില്ലാത്ത ബീഫ് തന്നെയാണ് മേടിച്ചത് കേട്ടോ. പിന്നെ അതിന് പറ്റിയ സാധനങ്ങൾ, അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ സവാള എടുത്തിട്ടുണ്ട്, 2 സവാള, പിന്നെ പച്ചമുളക്, കറിവേപ്പില എടുക്കണം, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അരിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇടാവേ. അങ്ങനെ ഞാൻ നമ്മുടെ കറിവേപ്പില ഇട്ടില്ല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതുണ്ടോ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഈ സംഭവങ്ങളൊക്കെ ഇടാവേ. അങ്ങനെ ഞാൻ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഉപ്പ്, പിന്നെ നമ്മുടെ പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടി, ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യേണ്ട, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെക്കുക. ഇതിനകത്ത് ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഒത്തിരി വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇറച്ചിക്കകത്ത് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. മാത്രമല്ല എല്ലും കപ്പയും എല്ലല്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് തീയെ വെക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ഞാൻ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇതിനകത്ത് ബേ ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതല്ലേ ഇവിടെ ഇരിക്കുന്നത്, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കുക്കർ ഞാനൊരു 7 വെച്ചേക്കാം. 7 വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ നമ്മുടെ മറ്റേ ഇറച്ചിയും കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മസാല ഉണ്ടാക്കുകയാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ, ഒരു 1.5 തേങ്ങ നന്നായിട്ട് ചിരണ്ടിയിട്ടത്, പിന്നെ അതിന് ശേഷം നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ 3 വെളുത്തുള്ളി, 3 അല്ലെങ്കിൽ 4 വെളുത്തുള്ളി ചെറുതായിട്ട് കണ്ടിച്ചിട്ട്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നന്നായിട്ട് കറപ്പിച്ചെടുക്കണം, അല്ല കരിച്ചെടുക്കുമല്ല കേട്ടോ, കറപ്പിച്ചെടുക്കണം. അപ്പം കറപ്പിച്ചൊക്കെ എടുക്കുമ്പോഴേ നമ്മുടെ ഒരു മലബാർ സ്റ്റൈലിലുള്ള നമ്മുടെ നല്ല എല്ലും കപ്പ അല്ലെങ്കിൽ ഇറച്ചിയും കപ്പയും സെറ്റ് ആകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിനിപ്പം എല്ല് തന്നെ വേണമെന്നൊന്നുമില്ല. എല്ലില്ലാത്ത അവസ്ഥയ്ക്ക് ഇറച്ചിയും പിന്നെ സാധാരണ നമ്മുടെ ഈ പറയുന്ന പോലെ നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് കറപ്പിച്ചൊക്കെ എടുത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ വല്ലപ്പോഴുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വല്ലപ്പോഴും നമുക്ക് ഇതിനിച്ചിരി പണിയുണ്ടല്ലോ, അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പം മാത്രം ഉണ്ടാക്കാറുള്ളൂ കേട്ടോ, എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ മാത്രം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കറപ്പിച്ചെടുക്കുക.
അപ്പോൾ ഇത് നന്നായിട്ട് കറുപ്പിച്ച് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ മസാലകൾ, അതായത് നമ്മുടെ ഗരം മസാല, മീറ്റ് മസാല, ഈ മസാല എല്ലാം കൂടെ വീണ്ടും ഇടണം കേട്ടോ. ഓൾറെഡി നിങ്ങൾ വിചാരിക്കുക ഇറച്ചിക്കകത്ത് ഇട്ടിട്ടുണ്ടല്ലോ എന്ന്, പക്ഷേ ഇറച്ചിക്കകത്ത് ഇട്ടത് ഇറച്ചിക്ക് വേണ്ടിയുള്ളതാണ്. ഇതിപ്പം തേങ്ങായും എല്ലാം കൂടെ നമ്മൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് അതിൻ്റെ മസാല റെഡിയാക്കത്തില്ലേ, അതിന് വേണ്ടിയുള്ളതാണ് ഈ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് കറുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പെരിഞ്ജീരകം, പിന്നെ കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, എനിക്ക് പണ്ട് ചെറുപ്പകാലത്ത് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെറുപ്പത്തിൽ ഓർമ്മകളാണ്. പള്ളിയിൽ വേദപാഠമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്, ഞായറാഴ്ച ദിവസം വേദപാഠമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എപ്പോഴും എല്ലും കപ്പയും വീട്ടിലുണ്ടാകും കേട്ടോ. അപ്പം ഡാഡിയും മമ്മിയും ഞാൻ എപ്പോഴും പറയുന്ന കഥ തന്നെയാണ് ഇത് കേട്ടോ. എങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരില്ല നമ്മുടെ ചെറുപ്പകാലം. അപ്പോൾ ഡാഡിയും മമ്മിയും നമ്മൾ വേദപാഠമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വാഴയിലൊക്കെ വെട്ടി സെറ്റാക്കി കഴുകി അതിൻ്റെ സൈഡൊക്കെ മടക്കി വെച്ച് നമുക്ക് മക്കൾ വരുമ്പോഴത്തേക്കും എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാണ് സൺഡേകളിലൊക്കെ അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറത്ത് സൺഡേയിലെ ഒരു പ്രധാന ഞായറാഴ്ചത്തെ ഒരു പ്രധാന ഭക്ഷണമാണല്ലോ ഇത്, എല്ലും കപ്പയും. ആ ഒരു ഓർമ്മയാണ് കേട്ടോ എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ, വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ പകുതി വയറിനറിയും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല മണമാണ് കേട്ടോ, നല്ല മണമാണ്. ഇനിയിപ്പം നമുക്ക് ഇത്രയും മതി, നന്നായിട്ട് കറുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആഡ് ചെയ്യാം. അതിന് പുറമെ നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊടി ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ പറ്റത്തില്ല ആഡ് ചെയ്യുന്നതെങ്ങനെയാണ്, കാരണം ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല സമയമൊക്കെ ഒത്തിരി ലേറ്റ് ആകുമല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 1.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാല, പിന്നെ അതുപോലെ മല്ലിപ്പൊടി, പിന്നെ ഞാൻ ആഡ് ചെയ്തേ മീറ്റ് മസാല, ഗരം മസാല, മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്തു. പിന്നെ അത് എല്ലാം 1.5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച പൊടികളെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചു വെച്ചു കേട്ടോ. അത് നിങ്ങൾക്ക് കാണാമല്ലോ, വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പൊടിയായിട്ട് തന്നെയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ ഇറച്ചി ഒന്ന് നോക്കാം. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്ത് ആ വെള്ളം ഇതുപോലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പുഴുങ്ങി വെച്ച് നമ്മുടെ കപ്പ ഇത് ആഡ് ചെയ്യാവേ. വേറൊരു വലിയ വട്ടമുള്ള പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ, കാരണം ആ കുക്കറിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം നമുക്ക് ഈ പൊടികൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവേ. കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചപ്പാത്തി ഇതുണ്ടല്ലോ, ഉരുട്ടുന്ന സംഭവം, അത് വെച്ചാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് വെച്ച് മിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്, അമ്മമാരൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്പൂണ് വെച്ച് ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് ഈ സംഭവം വെച്ച് നന്നായിട്ട് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നമ്മുടെ ഈ സംഭവം, ഈ കോല്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞാൻ നമ്മുടെ കപ്പ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഉടച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ കൂടെ തൂകി കേട്ടോ. അതാണ് ഏറ്റവും നല്ല, കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കപ്പ ബിരിയാണി, അല്ലെങ്കിൽ ചില നാട്ടിൽ എല്ലും കപ്പ, ഇറച്ചിയും കപ്പ എന്നൊക്കെ പറയും. ഞങ്ങളുടെ കാസർഗോഡ് സ്റ്റൈലുള്ള അടിപൊളി നല്ല അതായത് നമ്മൾ കറുപ്പിച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങായും എല്ലാം നന്നായിട്ട് വറുത്ത് കറുപ്പിച്ചാണ് സാധാരണ എടുക്കുന്നത് അങ്ങോട്ടും മലബാറിലേക്ക്. അപ്പോൾ അടിപൊളി ആ സ്റ്റൈലിലുള്ള ഒരു കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്താണ്, ഇതിന് കൂടെ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഇതിനകത്ത് തന്നെ ഇറച്ചിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ചിലവർ കാസർഗോഡേക്കൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ സവാളയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ വളരെ തിന്നായിട്ട് ഇങ്ങനെ കണ്ടിച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഇടും. അത് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നല്ല പെട്ടെന്ന് ദഹനം ഒക്കെ കിട്ടാൻ വേണ്ടി, കാരണം കപ്പ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഗ്യാസ് ഉണ്ടാക്കും ചിലവർക്കൊക്കെ. അപ്പോൾ ദഹനമൊക്കെ ഉണ്ടാകാൻ വേണ്ടി അങ്ങോട്ടൊക്കെ ഈ കപ്പയുടെ മുകളിൽ കൂടെയൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയും ഒക്കെ ഇടും കേട്ടോ. അപ്പോൾ അടിപൊളി കാസർഗോഡ് സ്റ്റൈല് നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം.
പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നല്ല വെയിലാണ്. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പിന്നെ ഏതാണ്ട് സാംകുട്ടൻ ഉച്ച ഉറക്കത്തിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ.